ഹലോ ചേച്ചിയുടെ നാട്ടിലത്തെ കുംഭഭരണിക്ക് ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുംഭഭരണിയുടെ തലേ ദിവസം അവിടെ ഒരു വേല നടക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വേലയ്ക്ക് പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങൾ 3 പേരും നടന്നിട്ടാണ് പോകുന്നത്. നടക്കാനുള്ള ദൂരമാണ് വീട്ടിൽ നിന്നുള്ളത്. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. ഇതെൻ്റെ ചേച്ചിയുടെ മോനാണ്. അവന് 5 മാസമാണ് കേട്ടോ പ്രായമുള്ളത്. അപ്പോൾ ഈ കൊട്ടും ബഹളമൊക്കെ കേൾക്കുമ്പോൾ അവന് നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ്റെ മുഖത്ത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടുള്ളത്. ഈ വരുന്നത് കാളവേലയാണ് കേട്ടോ. കാളവേല പാട്ടും പാടിയിട്ട് അവർ കാളേനെ കൊണ്ടുവരികയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെറിയ കുട്ടികളുടെ ഓരോ പരിപാടികളും കരിങ്കാളിപ്പൂരമൊക്കെ ആയിരുന്നു കേട്ടോ കൂടുതലായിട്ടുണ്ടായിരുന്നു. ഇതാണ് പൂരപ്പറമ്പ്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉണ്ണിക്ക് ഭയങ്കര അധികം സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ചേച്ചിമാരൊക്കെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു പരിപാടിയായിരുന്നു ഇത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഒരുപാട് കരിങ്കാളി ഉണ്ടായിരുന്നു. ഇന്നത്തെ വേലയ്ക്ക് ഇവിടെ കൂടുതലായും കരിങ്കാളികളാണ് കേട്ടോ ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ വേറെ കുറച്ച് പരിപാടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു തെയ്യമായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെയും കരിങ്കാളികളുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം വേറെ നല്ല ലൈറ്റ്സൊക്കെ ഉള്ള ഒരു നല്ല അടിപൊളിയായിട്ടുള്ള തെയ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ണി ഒക്കെ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ രഞ്ജുവേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉണ്ണിയായിട്ട് അവിടെ ഒന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം കുംഭഭരണി ആയിരുന്നു അവിടെ. അന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബിരിയാണി ആയിരുന്നു കേട്ടോ. അവിടെയുള്ള ഏട്ടൻ്റെ ചേച്ചിയാണ് ബിരിയാണി ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. അത്യാവശ്യം ആളുകളുള്ളതുകൊണ്ട് തന്നെ പുറത്ത് വെച്ചിട്ടായിരുന്നു കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഏട്ടൻ്റെ കമ്മിറ്റി സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ കമ്മിറ്റിയുടെ പേര് സ്നേഹിതർ എന്നാണ്. അവർ ഏൽപ്പിച്ചിട്ടുള്ള പരിപാടി ഗരുഡനാട്ടമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗരുഡനാട്ടം എന്നുള്ള പരിപാടി കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവർ കറങ്ങുന്നതൊക്കെ കാണാനായിട്ട്. അതിൻ്റെ ഒപ്പം തന്നെ കൊട്ടും ഉണ്ടായിരുന്നു. ഈ പരിപാടിയുടെ ഒപ്പമായിരുന്നു കേട്ടോ എല്ലാവരും ഉത്സവപ്പറമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അധികം വേറെ പരിപാടികളുടെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം ഈ പരിപാടിയുടെ കൂടെയാണല്ലോ ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയതൊക്കെ കിട്ടിയതൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ 3 പേരും അധികം പരിപാടിയുടെ ഇടയിലേക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മോന് കുറച്ച് ഓക്കെ അല്ലായിരുന്നു. ചേച്ചിമാരൊക്കെ നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ എനിക്കും ആഗ്രഹം തോന്നിയിട്ട് ഞാനും പോയിട്ട് കുറച്ച് നേരമൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു തീയോണ്ടുള്ളതായപ്പോഴാണ് ഞാൻ പുറകോട്ട് മാറി നിന്നത് കേട്ടോ. അതിനുശേഷം പിന്നെ ഗാനമേള ഉണ്ടായിരുന്നു. അപ്പോൾ ഗാനമേള കണ്ടു കുറച്ച് നേരം അവിടെയും കുറച്ച് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം മോന് അപ്പോഴും കരഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പുലർച്ചെ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് ഒന്നും കൂടി പൂരപ്പറമ്പ് പോയിട്ടൊന്ന് കറങ്ങിയിട്ട് വരാം, കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പൂരപ്പറമ്പിലെത്തി. ഞങ്ങൾ ആദ്യമായിട്ട് ഓർഡർ ചെയ്തത് അവിടുത്തെ തട്ടുകടയിലത്തെ കൊള്ളിയും ബീഫായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കപ്പ ബിരിയാണി കഴിക്കാനായിട്ട്. ഞങ്ങളിവിടെ കൊള്ളിയും ബീഫ് എന്ന് പറയും, ചിലത് കപ്പ ബിരിയാണി എന്നാണ് പറയുക. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരു ഡബിൾ ഓംലെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആർക്കും ചായ കുടിക്കാനുള്ള മൂടപ്പം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരു നന്നായി സർബത്തായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ നേരം അവിടെ നടന്നതിന് ശേഷം അവിടെ ഒരു കട കണ്ടപ്പോൾ അവിടെ കുറച്ച് ഗോബി മഞ്ചൂരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ കറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകും.